അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ലൈഫ് ലൈൻ ആനുകൂല്യം കൈമാറി. മരണപ്പെട്ട മുൻ ജില്ലാ ഭാരവാഹിയും കാഞ്ഞങ്ങാട് യൂണിറ്റ് അംഗവുമായ നെല്ലിക്കാട്ട് കൃഷ്ണന്റെ കുടുംബത്തിനുള്ള ധനസഹായമാണ് കൈമാറിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിന്റെ വിസ്മയവുമായി മഹാലാഭമേളയ്ക്ക് ഉപ്പളയിൽ തുടക്കമായി. മഹാലാഭമേള ബസ് സ്റ്റാൻഡിന് സമീപം ഉപ്പള. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ലൈഫ് ലൈൻ പദ്ധതിയിലെ മരണപ്പെട്ട മുൻ ജില്ലാ ഭാരവാഹിയും കാഞ്ഞങ്ങാട് യൂണിറ്റ് അംഗവുമായ നെല്ലിക്കാട്ട് കൃഷ്ണന്റെ കുടുംബത്തിനുള്ള ധനസഹായമാണ് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി കൈമാറിയത്. നെല്ലിക്കാട്ടെ വസതിയിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാതയും അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന ഭാരവാഹികളും ചേർന്ന് നെല്ലിക്കാട്ട് കൃഷ്ണന്റെ ഭാര്യയ്ക്ക് ലൈഫ് ലൈൻ പദ്ധതി തുകയായ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. നമ്മുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടങ്ങളോടൊപ്പം തന്നെ എല്ലാ തൊഴിലാളികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനകളുടെ ലക്ഷ്യമെന്നത്. അത്തരത്തിലുള്ള ഒരു ചേർത്തുപിടിക്കലാണ് അവരുടെ രോഗാവസ്ഥയിലായാലും അല്ലെങ്കിൽ മരണശേഷം ആ കുടുംബത്തിനുള്ള സഹായമായി കഴിഞ്ഞാലും നൽകുന്നതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. അതുതന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ഷാറ്റിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ജീവിതകാലം മുഴുവനും തന്നെ പാർട്ടിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനയുടെ ഭാഗമായിട്ടും ഒക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും വളരെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള നിസ്വാർത്ഥനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് MN ഗണേന്ദ്രലാൽ സുനിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർമാരായ ലതാ മേനിക്കോട്ട്, സുജിത്ത് മേനിക്കോട്ട്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV സുരേഷ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം AK രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി TV ദേവിദാസ് സ്വാഗതവും ജില്ലാ ട്രഷറർ M മനോഹർ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് യൂണിറ്റ് ഭാരവാഹികൾ, മുൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.